ഇന്ന് കുറച്ച് മാങ്ങയുടെ വിശേഷങ്ങളായാലോ. ഞാനും അച്ഛനും കൂടെ ദേ മാങ്ങ പറിക്കാൻ വന്നിട്ടുണ്ട്. അച്ഛൻ ദേ മാവിൻ്റെ മുകളിൽ കയറി നിന്ന് മാങ്ങ പറിച്ച് താഴേക്ക് ബക്കറ്റ് വഴി ഇറക്കി തരുന്നുണ്ട്. ആ കിട്ടുന്ന മാങ്ങയെല്ലാം ഞാൻ ദേ ഞെട്ടൊടിച്ച് ഇങ്ങനെ കമത്തി കമത്തി വയ്ക്കുന്നു. ഇങ്ങനെ കമത്തി വയ്ക്കുന്നതിൻ്റെ കാരണം മാങ്ങയുടെ കറ മാങ്ങയുടെ ദേഹത്ത് തന്നെ വീണാൽ ചിലപ്പോൾ പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ മാങ്ങ അഴുകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞെട്ടൊടിച്ച് ഇതുപോലെ കമത്തി കറ കളയാൻ വേണ്ടി വയ്ക്കുന്നത്. അങ്ങനെ മാങ്ങയെല്ലാം പറിച്ച് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കറയൊക്കെ കളഞ്ഞ് ഒന്ന് തുടച്ചതിന് ശേഷം പഴുപ്പിക്കാനായി വയ്ക്കാം. മാങ്ങ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒതുങ്ങിയ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞങ്ങളിത് പശുവിൻ്റെ ഒരു പുല്ലൂട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വൈക്കോലോ അല്ലെങ്കിൽ പാലത്തോലോ കശുമാവിൻ്റെ തോലോ ഇവയൊക്കെ ഉപയോഗിക്കാം. വൈക്കോല് മാത്രം ഉപയോഗിച്ചാലും മതിയാകും. ആദ്യം വൈക്കോല് മാത്രം ഉപയോഗിച്ചത് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ ലെയർ ആഡ് ചെയ്യുന്നു. അതിനുശേഷം കശുമാവിൻ്റെ തോലും മറ്റുമൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് മാങ്ങ അടുക്കി വയ്ക്കുന്നത്. മാങ്ങകൾ അടുക്കി വയ്ക്കുമ്പോൾ ഏകദേശം എല്ലാം ഒരേ ഓർഡറിൽ തന്നെ വയ്ക്കാൻ നോക്കുക. അതുപോലെ തന്നെ മാങ്ങയുടെ ഞെട്ടുഭാഗം താഴെ വരുന്ന രീതിയിൽ അടുക്കി വെച്ചാൽ മാങ്ങയിൽ കറയുണ്ടെങ്കിൽ അത് വൈക്കോലിലേക്ക് അബ്സോർബ് ആയിക്കോളും. ഇങ്ങനെ ഒരു ലെയർ മാങ്ങ അടുക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളതേ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടി വിതറുകയാണ് ചെയ്യുന്നത്. മഞ്ഞപ്പൊടി ഇടുന്നതിൻ്റെ ഉപയോഗം ഉറുമ്പ് കയറാതിരിക്കാനും അതുപോലെ തന്നെ മറ്റ് കീടങ്ങൾ വരാതെയും ഇരിക്കും. ഈ ഒരു ലെയർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ വൈക്കോല് നിരത്തുക. പാലത്തോലുണ്ടെങ്കിൽ അതും ഇടുക. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ മാങ്ങ അടുക്കി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. എത്രത്തോളം മാങ്ങയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മാങ്ങയുടെ അടുത്ത ലെയർ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് വൈക്കോലൊക്കെ വെച്ച് നന്നായിട്ട് അതിനൊന്ന് പൊതിയണം. പൊതിഞ്ഞതിന് ശേഷം എയർ പുറത്തേക്ക് കടക്കാത്ത രീതിയിൽ നമുക്ക് ചാക്കൊക്കെ വെച്ച് ഇതിനെ ഒന്ന് എയർ ടൈറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ മാങ്ങ ഉറയിടുന്ന പ്രോസസ്സെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊരു 3-4 ദിവസം വെയിറ്റ് ചെയ്യണം. ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് മാങ്ങയുടെ വിളവിനെ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. നന്നായിട്ട് വിളഞ്ഞ മാങ്ങയാണെങ്കിൽ 3-4 ദിവസം മതിയാകും. വിളവ് അല്പം കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ 4-5 ദിവസം വേണ്ടി വരും. അങ്ങനെ ഞങ്ങളിത് 4-ാം ദിവസം ഉറയിട്ട് കഴിഞ്ഞിട്ട് 4-ാമത്തെ ദിവസം നമ്മുടെ ഉറ പൊളിച്ച് നോക്കുകയാണ്. നമുക്ക് എന്തായെന്ന് നോക്കാം. പ്ലാസ്റ്റിക് ചാക്കുകളും ചണൻ ചാക്കുകളും ഉപയോഗിച്ച് നന്നായിട്ട് മൂടി വെച്ചതുകൊണ്ട് ഇതിനകത്ത് നല്ല ചൂട് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളിതുപോലെ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസമൊന്നും ഇങ്ങനെ വച്ചേക്കരുത്. കാരണം ഒരുപാട് ചൂട് കൂടുകയാണെങ്കിൽ മാങ്ങ ചൂടടിച്ച് അവിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഏറ്റവും മുകളിലത്തെ ലെയറിലെ മാങ്ങ എല്ലാം തന്നെ പഴുത്തിട്ടില്ല. വശങ്ങളിലുള്ളത് മാത്രമാണ് കൂടുതലായിട്ട് പഴുത്തത്. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്തോട്ട് വരുന്തോറും എല്ലാ മാങ്ങയും ഏകദേശം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു മാങ്ങയിൽ നിന്ന് പഴുത്ത മാങ്ങയും പഴുക്കാത്ത മാങ്ങയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. പഴുക്കാത്ത മാങ്ങകൾ നമുക്ക് ഒന്നുകൂടെ ഓറയിലിടേണ്ടതുണ്ട്. തരംതിരിക്കുമ്പോൾ ചെറുതായിട്ട് പഴുത്ത മാങ്ങകളെല്ലാം പഴുത്ത മാങ്ങയിൽ തന്നെ ഉൾപ്പെടുത്തുക. പഴുക്കാത്ത മാങ്ങകളെ രണ്ടാമത് ഒന്നുകൂടെ ഉറയിട്ട് മാക്സിമം 2 ദിവസത്തിനുള്ളിൽ എടുക്കാവുന്നതാണ്. ഞങ്ങൾ ഉറയിട്ട് ഈ മാങ്ങകളിൽ നിന്ന് ഏകദേശം 70% മുകളിൽ തന്നെ എല്ലാ മാങ്ങകളും പഴുത്ത് കിട്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് മാങ്ങകൾ മാത്രമാണ് പഴുക്കാതെയുള്ളത്. അതും ചെറിയ കളറടിച്ച് വരുന്നത് തന്നെയാണ്. 1-2 ദിവസം കഴിയുമ്പോൾ അതും പഴുത്ത് കിട്ടും. പഴുത്ത് കിട്ടിയ മാങ്ങകളെ നമുക്ക് വിൽക്കാനായി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്